ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കമ്മോഡിറ്റി മാർക്കറ്റിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മോഡിറ്റി മാർക്കറ്റിൻ്റെ സെഗ്മെൻറ്റുകളെ കുറിച്ചാണ്. കമ്മോഡിറ്റി മാർക്കറ്റിൽ മെയിനായിട്ട് രണ്ട് സെഗ്മെൻറ്റാണ് കാണുന്നത്. OTC ഓവർ ദ കൗണ്ടറും, നെക്സ്റ്റ് വൺ എക്സ്ചേഞ്ച് ബേസ്ഡ് മാർക്കറ്റും. അതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞു കമ്മോഡിറ്റി മാർക്കറ്റിൽ നമുക്ക് സ്പോട്ട് ഡെലിവറി ആയിട്ടും അതേപോലെ തന്നെ ഡെറിവേറ്റീവിൻ്റെ ഫ്യൂച്ചർ ഡെലിവറി ആയിട്ടും ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ട്രേഡ് നടക്കുന്നുണ്ട്. സ്പോട്ട് മാർക്കറ്റ് ആർ ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് ആൻഡ് ദ പാർട്ടിസിപ്പേഷൻ ഈസ് റെസ്ട്രിക്റ്റഡ് ഹു ആർ ഇൻവോൾവ്ഡ് വിത്ത് ദാറ്റ് കമ്മോഡിറ്റി. ഡെറിവേറ്റീവ് ട്രേഡിംഗ് ടേക്ക് പ്ലേസ് ത്രൂ എക്സ്ചേഞ്ച് മാർക്കറ്റ് വിത്ത് സ്റ്റാൻഡേർഡൈസ്ഡ് കോൺട്രാക്ട് സെറ്റിൽമെൻറ്റ് എക്സെട്ര. സ്പോട്ട് മാർക്കറ്റാണെന്നുണ്ടെങ്കിൽ ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് വഴി ത്രൂ പാർട്ടിസിപ്പൻസ് ആരാണോ അതിവിടെ ഹോൾസെയിലർ, റീറ്റെയിലർ അല്ലെങ്കിൽ പ്രോസസ്സർ, ഫാർമർ അവർ വഴി നമുക്ക് ട്രേഡ് നടത്താം. ത്രൂ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണെങ്കിൽ അവിടെ സ്റ്റാൻഡേർഡൈസ്ഡ് കോൺട്രാക്റ്റ് അതേപോലെ സെറ്റിൽമെൻറ്റ് പോലെയുള്ള ഫെസിലിറ്റീസൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് നോക്കാനുള്ളത് കമ്മോഡിറ്റീസ് ഇൻ ദി കമ്മോഡിറ്റി മാർക്കറ്റാണ്. കമ്മോഡിറ്റി മാർക്കറ്റിൽ ട്രേഡ് നടത്തുന്ന അല്ലെങ്കിൽ ഏതൊക്കെ ഗുഡ്സിൻ്റെ ട്രാൻസാക്ഷനാണ്, കമ്മോഡിറ്റീസാണ് അവിടെ എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് പ്രഷ്യസ് മെറ്റൽ. പ്രഷ്യസ് മെറ്റലിൽ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം തുടങ്ങിയ മെറ്റൽസൊക്കെ ഉപയോഗിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് അതർ മെറ്റൽ. നിക്കൽ, അലുമിനിയം, കോപ്പർ തുടങ്ങിയവയൊക്കെയാണ് അതർ മെറ്റലിൽ വരുന്നത്. പിന്നെ വരുന്നത് അഗ്രോ ബേസ്ഡ് കമ്മോഡിറ്റി. അതിൽ വീറ്റ്, കോൺ, കോട്ടൺ, ഓയിൽ സീഡ് ഓക്കെ. നെക്സ്റ്റ് വൺ സോഫ്റ്റ് കമ്മോഡിറ്റിയാണ്. സോഫ്റ്റ് കമ്മോഡിറ്റിയിൽ വരുന്നതാണ് കോഫി, കൊക്കോ, ഷുഗർ. നെക്സ്റ്റ് വൺ ലൈവ് സ്റ്റോക്കാണ്. ലൈവ് സ്റ്റോക്കിൽ വരുന്നതാണ് ലൈവ് കാറ്റിൽ, ദെൻ പോർട്ട്, ബെല്ലീസ് എക്സെട്ര. ദ ലാസ്റ്റ് കമ്മോഡിറ്റിയാണ് എനർജി. എനർജിയിൽ വരുന്നതാണ് ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് ഓൺലൈൻ എക്സെട്ര. നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കാനുള്ളത് കമ്മോഡിറ്റി എക്സ്ചേഞ്ചിനെ കുറിച്ചാണ്. കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സെൻറ്റർ വർ ഫ്യൂച്ചർ ട്രേഡ് ഈസ് ഓർഗനൈസ്ഡ് ഇൻ എ വൈഡർ സെൻസ്. ഫ്യൂച്ചർ ട്രേഡ് നടത്തുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെൻറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതിൽ ഓർഗനൈസ്ഡ് മാർക്കറ്റ് പ്ലേസ് ആണ്. ട്രേഡ് എന്ന് പറയുന്നത് ഒരു റൂട്ട് ഉണ്ടായിരിക്കും. ത്രൂ ഔട്ട് ആ ഒരു പ്രൊസീജിയറിലൂടെയാണ് അവിടെ ഇങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത്. അവിടെ ഒരു മെക്കാനിസം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രക്ചർ അവിടെ ഫോളോ ചെയ്യുന്നുണ്ടാവും. അലോവിങ് ഇഫക്റ്റീവ് കോമ്പറ്റീഷൻ. അവിടെ ഇങ്ങനെ ബൈങ് ആൻഡ് സെല്ലിങ് അല്ലെങ്കിൽ ബിസിനസ് പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ നമുക്കവിടെ കോമ്പറ്റീഷനും കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരു സെൻറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ദിസ് വുഡ് ഇൻക്ലൂഡ് ഓപ്ഷൻ ടൈപ്പ് എക്സ്ചേഞ്ചും നമുക്കിവിടെ കാണാം, കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ കാണാം. അപ്പോൾ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതൊരു സെൻറ്ററാണ്. ട്രേഡ് നടത്തുന്ന ഫ്യൂച്ചർ ട്രേഡ് നടത്തുന്ന ഒരു ഓർഗനൈസ്ഡ് സെൻറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എഫക്റ്റീവായ രീതിയിലുള്ള കോമ്പറ്റീഷൻ കാണാം. അതേപോലെ ഓപ്ഷൻ ടൈപ്പ് എക്സ്ചേഞ്ച് നമുക്ക് അവിടെ കാണാൻ പറ്റും. വൈഡർ സെൻസിൽ നമുക്ക് ഒരു വൈഡായിട്ട് അല്ലെങ്കിൽ ഒരു ത്രൂ സ്ട്രക്ചറോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് മാർക്കറ്റ് പ്ലേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ആണ്. കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൻ്റെ ഒബ്ജക്റ്റീവ്സ് 4 ഒബ്ജക്റ്റീവ്സ് ആണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഇംപ്രൂവ് ദ മെക്കാനിസം ഓഫ് ദ ഗവൺമെൻറ് റെഗുലേഷൻ. നെക്സ്റ്റ് വൺ വരുന്നത് ഡെവലപ്പ് ഫോർമൽ ഹോൾസെയിൽ മാർക്കറ്റ് ആൻഡ് ദ നെക്സ്റ്റ് വൺ തേർഡ് വൺ പ്രൊവൈഡ് ഈക്വൽ ആക്സസ് ടു ദ മാർക്കറ്റ് ആൻഡ് ദ ലാസ്റ്റ് വൺ അഡീഷണൽ എക്കണോമിക് ഇംപെക്ട്സ് ടു ദ ഏജൻറ്റ് ഓഫ് ദി മാർക്കറ്റ്. ഈ 4 ഒബ്ജക്റ്റീവ്സാണ് കമ്മോഡിറ്റി മാർക്കറ്റ് ഫുൾഫിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൻ്റെ ഫങ്ഷൻസ് ആണ്. മൊത്തം ഇതിൽ 8 പോയിൻ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിൻ്റ് നോക്കാം. ഫസ്റ്റ് വൺ ഗീവ് സപ്പോർട്ട് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഓർഗനൈസ്ഡ് കമ്മോഡിറ്റി മാർക്കറ്റ്. അതായത് മാക്സിമം ഡെവലപ്മെൻറ്റിനുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് വൺ വരുന്നത് അഷ്യൂർ ഓൾ കമ്മോഡിറ്റി മാർക്കറ്റ് പ്ലേസ് ദ സെക്യൂരിറ്റി ദേ നീഡ് ഇൻ ദി മാർക്കറ്റ് ത്രൂ പ്രൊവൈഡിങ് എ സെക്യൂർ ആൻഡ് റിലയബിൾ. അവിടെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവിടെ ഒരു എൻഡ് ടു എൻഡ് സിസ്റ്റത്തിലൂടെയാണ് അവിടെ ഹാൻഡ്ലിങ് നടക്കുന്നത്. ത്രൂ സ്ട്രക്ചർ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവിടെ ഒരു ഗ്രേഡിങ്, സ്റ്റോറിങ്, കമ്മോഡിറ്റി ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് പ്ലേസാണ് ഇത് വരുന്നത്, കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് അറേഞ്ച്മെൻറ്റ് ഓഫ് കണ്ടീഷൻ ഫോർ ക്യാരിയിങ് ഔട്ട് ഓഫ് ദി എക്സ്ചേഞ്ച്. ഓപ്ഷൻ നേരത്തെ നമ്മൾ പറഞ്ഞു, ഓപ്ഷൻ എക്സ്ചേഞ്ചും എവിടെ നടക്കുന്നുണ്ട്, കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ നടക്കുന്നുണ്ട്. ഫോർത്ത് വൺ ദ ഓർഗനൈസേഷൻ ഓഫ് എക്സാമിനേഷൻ ഓഫ്
ക്വാളിറ്റി ഓഫ് ദി എക്സ്ചേഞ്ച് ഗുഡ്സ്. അവിടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന ഗുഡ്സിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്ന ഓർഗനൈസേഷനാണ് ഇത് കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. നെക്സ്റ്റ് വൺ, മാച്ച് ഓഫർ ആൻഡ് ബിഡ് ഫോർ കമ്മോഡിറ്റി ട്രാൻസാക്ഷൻ. And then next one, create a trust and transparency. And the next one, provide market integrity. 3 ഇമ്പോർട്ടൻറ്റ് ലെവലിലാണ് നമുക്ക് മാർക്കറ്റ് ഇൻറ്റഗ്രിറ്റി കാണാൻ പറ്റുക. ഒന്ന്, ഇൻറ്റഗ്രിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്. നെക്സ്റ്റ് വൺ, ഇൻറ്റഗ്രിറ്റി ഓഫ് ദ ട്രാൻസാക്ഷൻ. ആൻഡ് ദെൻ നെക്സ്റ്റ്, ഇൻറ്റഗ്രിറ്റി ഓഫ് ദി മാർക്കറ്റ് ആക്ടേഴ്സ്. 8ാമത്തെ ഫങ്ഷൻസ് വരുന്നത്, പുട്ട് ഇൻ പ്ലേസ് എ റോബസ്റ്റ് പ്രൈസ് ഡിസ്കവറി സിസ്റ്റം. പ്രൈസ് ഡിസ്കവറി അവിടെ ബയേഴ്സിനും സെല്ലേഴ്സിനും അവരെന്താവശ്യത്തിനാണോ അവിടെ വരുന്നത് ആ ഒരു എയിം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫങ്ഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് കൂടെയാണ് ഒരു പ്രൈസ് ഡിസ്കവറി. അവരുടെ കമ്മോഡിറ്റിക്ക് പ്രൈസ് ഡിസ്കവറി എൻഷുർ ചെയ്യുന്നത് പ്ലേസ് കൂടെയാണ് ഇത് കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കാനുള്ളത് ഓവർ ദ കൗണ്ടർ OTC കമ്മോഡിറ്റി മാർക്കറ്റാണ്. OTC market are essentially spot market and are localized for specific commodities. Almost all the trading that take place in this market is delivery based. ഇപ്പോൾ സ്പോട്ട് മാർക്കറ്റിൽ നമ്മൾ എന്താണോ പഠിച്ചത് അതേ ഇത് തന്നെയാണ്, ആ രീതിയിലുള്ള ട്രാൻസാക്ഷനാണ് എവിടെ നടക്കുന്നത്, OTCയിൽ നടക്കുന്നത്. ഡെലിവറി ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ട്രേഡിങ് നടക്കുന്നത്. ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സും അവരുടെ നെഗോഷിയേറ്റഡ് പ്രൈസിലാണ് അവിടെ ഇങ്ങനെ എന്ത് നടക്കുന്നത്, ട്രേഡിംഗ് നടക്കുന്നത്. ദ ഗുഡ്സ് ആൻഡ് ദ മണി വുഡ് ബി എക്സ്ചേഞ്ച്ഡ് ഡയറക്റ്റ്ലി. അവിടെ ബയ്യറും സെല്ലറും ഡയറക്റ്റായിട്ട് മീറ്റ് ചെയ്തിട്ട് അവർക്ക് നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ഡിസൈഡ് ചെയ്തിട്ട് അവിടെ എന്ത് നടത്തുന്നു, എക്സ്ചേഞ്ച് നടത്തുകയാണ് ചെയ്യുന്നത്. ദിസ് ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ദിസ് മാർക്കറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ഓൺലി ദോസ് പീപ്പിൾ ഹു ആർ ഡയറക്റ്റ്ലി ഇൻവോൾവ്ഡ് ഇൻ ദ കമ്മോഡിറ്റി. അപ്പോൾ കമ്മോഡിറ്റിയുമായി ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒന്നുകിൽ ഫാർമേഴ്സോ ഹോൾസെയിലേഴ്സോ റീറ്റെയിലേഴ്സിനെയൊക്കെയാണ് നമ്മൾ OTC കമ്മോഡിറ്റി മാർക്കറ്റിൽ കാണാൻ പറ്റില്ല. ഫോർവേഡ് ഡീൽസ് ഓൾസോ ടേക്ക് പ്ലേസ്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ സ്പോട്ട് ഡെലിവറിയോടൊപ്പം തന്നെ ഇവിടെ ഇങ്ങനെ ഫ്യൂച്ചർ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡെറിവേറ്റീവ്സിൻ്റെ എക്സ്ചേഞ്ച് കൂടെ OTC കൗണ്ടർ വഴി നമുക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റാണ്. ഇവിടെ നമ്മൾ ഓൺലി ഡെറിവേറ്റീവിൻ്റെ ട്രേഡിങ് മാത്രമാണ് എക്സ്ചേഞ്ച് ഡെറിവേറ്റീവ്സിൽ കാണാൻ പറ്റുള്ളൂ. ആൻഡ് ആർ സിമിലർ ടു ഇക്വിറ്റി ഡെറിവേറ്റീവ്സ്. അവിടെ വർക്കിംഗ് ഒക്കെ നമ്മൾ ഇക്വിറ്റി ഡെറിവേറ്റീവ്സിൻ്റെ പോലെ തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെ ഇങ്ങനെ കമ്മോഡിറ്റി ബേസ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ കമ്മോഡിറ്റിയാണ് അണ്ടർലൈങ് അസറ്റായിട്ട് പറയുന്നത്. A person can also go short on this exchange. There is a provision for delivery. Most of the contractors are squared off before expiry and are settled in cash. ഒരുപാട് പ്രൈസിൽ ആ ഒരു വേരിയേഷൻസ് വരുന്നതിന് മുന്നേ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് സെറ്റിലൂടെ ആ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എവിടെ കിട്ടുന്നുണ്ട്, ത്രൂ എക്സ്ചേഞ്ച് ട്രേഡഡ് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് ഓൺലി എന്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് ട്രാൻസാക്ഷൻസ് മാത്രമാണ് എക്സ്ചേഞ്ച് മാർക്കറ്റിൽ കാണാൻ പറ്റുള്ളൂ. ഡെറിവേറ്റീവ്സ് ഇക്വിറ്റി ഡെറിവേറ്റീവിൻ്റെ പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ സ്റ്റോക്ക് അണ്ടർലൈങ് അസറ്റായിട്ട് വരുന്നത് ഏതായിരിക്കും, കമ്മോഡിറ്റീസ് ആയിരിക്കും. അതേപോലെ തന്നെ എക്സ്ചേഞ്ച് ട്രേഡഡ് ആയത് കാരണം എല്ലാം എങ്ങനെയാണ്, സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കും. അതേപോലെ തന്നെ പേഴ്സൺ ക്യാൻ പർച്ചേസ് എ കോൺട്രാക്റ്റ് ബൈ പേയിങ് ഓൺലി എ പെർസെൻറ്റേജ് ഓഫ് ദി കോൺട്രാക്റ്റ് വാല്യൂ. ആ കോൺട്രാക്റ്റ് വാല്യൂവിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ ഇങ്ങനെ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പർച്ചേസ് ചെയ്യാൻ കഴിയുള്ളൂ. ആ പേഴ്സൺ ക്യാൻ ആൾസോ ഗോ ഷോർട്ട് ഓൺ ദീസ് എക്സ്ചേഞ്ച്. അപ്പോൾ ഒരു എമൗണ്ടിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ആ എക്സ്ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് മാറി എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ക്യാഷ് സെറ്റിൽമെൻറ്റും ഇവിടെ ത്രൂ എക്സ്ചേഞ്ച് വഴി തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കമ്മോഡിറ്റി മാർക്കറ്റ് ഇൻ ഇന്ത്യ. ഇനി ഇന്ത്യയിലെ കമ്മോഡിറ്റി മാർക്കറ്റ് അതിൻ്റെ ഗ്രോത്ത് അതെങ്ങനെയൊക്കെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദ ഇന്ത്യൻ കമ്മോഡിറ്റി മാർക്കറ്റ് ഹാവ് എക്സ്പീരിയൻസ് എ റാഡിക്കൽ ചേഞ്ചസ് സിൻസ് ലാസ്റ്റ് 2 decade. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ഇല്ലാത്ത കാരണം ഞാൻ ജസ്റ്റ് കൂടുതലായിട്ട് പോയിൻറ്റ്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് റീഡ് ചെയ്ത് പോകാൻ. അഥവാ എസ് വരികയാണെങ്കിൽ ഇൻട്രൊഡക്ഷനൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, സിൻസ് ലാസ്റ്റ് 2 decade ദ ഡിമാൻഡ് ഓഫ് ദി metal, oil, coal, extra have increased tremendously with the increased
പേസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് 2 ഡീക്കേഡിൽ ഇന്ത്യയിലെ കമ്മോഡിറ്റി മാർക്കറ്റിൻ്റെ ഒരു വൈഡ് ആയിട്ടുള്ള നല്ലൊരു ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇന്ത്യൻ മെറ്റൽസ്, ഓയിൽ, കോൾ ഇതിനൊക്കെ തന്നെ നമുക്ക് നല്ലൊരു ഡിമാൻഡ് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നതായിട്ട് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഡിമാൻഡ് ഓഫ് ദി എനർജി കമ്മോഡിറ്റി ആൾസോ ഇൻക്രീസ്ഡ് ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദി liberalization and globalization, it draw the attention of the government to regulate this market. അപ്പോൾ 2 ഡീക്കേഡിൽ നമ്മൾ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കമ്മോഡിറ്റി മാർക്കറ്റ് വളരെ റാപ്പിഡ് ആയിട്ടുള്ള ഒരു ചേഞ്ചസും ഗ്രോത്തുമാണ് കാണുന്നത്. ആ ഗ്രോത്ത് കമ്മോഡിറ്റീസിൻ്റെ എണ്ണം കൂടുതലായിട്ട് ഇൻവോൾവ് അതിലേക്ക് വന്നു. അതോടൊപ്പം തന്നെ ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും ഒക്കെ വന്നപ്പോൾ ആ ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടേക്ക് എന്ത് വന്നു, ഗവൺമെൻറ്റിൻ്റേതായ ഒരു കൺട്രോൾ. അപ്പോൾ ഗവൺമെൻറ് ആ ഒരു പിന്നെ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്നു. ഇറ്റ് ലീഡ് ടു ദ ഫോർമേഷൻസ് ഓഫ് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. അങ്ങനെ ഇന്ത്യ ഗവൺമെൻറ് എന്ത് സെറ്റ് ചെയ്തു, MCX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആൻഡ് നാഷണൽ കമ്മോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ലിമിറ്റഡ്, NCDEX. ഈ 2 ഓർഗനൈസേഷൻസ് ഗവൺമെൻറ് സെറ്റപ്പ് ചെയ്തിട്ടാണ് കമ്മോഡിറ്റി മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത്. വിച്ച് പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ഫോർ ട്രേഡിംഗ് കമ്മോഡിറ്റീസ് വിത്ത് സ്റ്റാൻഡേർഡൈസ്ഡ് മാനർ. അപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് കമ്മോഡിറ്റീസ് ട്രേഡ് നടത്താം, അതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അതോടൊപ്പം തന്നെ സ്റ്റാൻഡേർഡൈസ്ഡ് മാനറിലായിരിക്കും, കാരണം ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും ഈ കമ്മോഡിറ്റി മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. ദിസ് മാർക്കറ്റ് കംപ്രൈസസ് ബോത്ത് സ്പോട്ട് ആൻഡ് ഫ്യൂച്ചർ. ഇവിടെ നമുക്ക് സ്പോട്ട് ഡീലിങ്ങും അതേപോലെ തന്നെ ഫ്യൂച്ചർ ഡീലിങ്ങും കാണാൻ കഴിയും. പിന്നെ ഇവിടെ നമ്മൾ ഡീൽ ചെയ്യപ്പെടുന്ന മേജർ ഐറ്റംസ് ഏതൊക്കെയാണ് പറഞ്ഞാൽ, ഞാൻ നേരത്തെ നമ്മൾ കമ്മോഡിറ്റീസ് പറഞ്ഞില്ലേ, അതായത് പ്രഷ്യസ് മെറ്റൽ, അതർ മെറ്റൽ, അഗ്രോ ബേസ്ഡ്, സോഫ്റ്റ് കമ്മോഡിറ്റി, ലൈവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയൽസിൻ്റെ എല്ലാം ഒരു ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഡീലിങ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ ഒരു ത്രൂ MCX അല്ലെങ്കിൽ ആൻഡ് NCDEX ഈ 2 പ്ലാറ്റ്ഫോമിലൂടെ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. Further indicate enormous opportunity for not only investment purpose but also hedge against inflation, political risk and some other currency risk. അപ്പോൾ ഈ ഒരു ഗവൺമെൻറ് റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻസ് മാത്രമല്ല ലക്ഷ്യം, അവിടെ ഇങ്ങനെ എന്തുകൂടിയാണ്, ഹെഡ്ജ്, എന്തിനുള്ള റിസ്ക് കവറേജാണ് അവിടെ വരുന്നത്, ഇൻഫ്ലേഷൻ, അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ റിസ്ക്, അതേപോലെ തന്നെ കറൻസി റിസ്ക്, ഇത്തരത്തിലുള്ള റിസ്കുകളെയൊക്കെ കവർ ചെയ്യുന്ന ഒരു ഹെഡ്ജ് എന്നുള്ള രീതിയിൽ കൂടിയാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻട്രാക്ഷൻസ് നമുക്ക് ഈ ഫീൽഡിൽ കാണാൻ കഴിയും. അവിടെ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്, ഡിഫറെൻറ്റ് കമ്മോഡിറ്റീസൊക്കെയാണ് അവിടെ ഡീൽ ചെയ്യപ്പെടുന്നത്. മേജർ അവിടെ നിക്കൽ, അലുമിനിയം, കോപ്പർ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് അവിടെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡീൽ ചെയ്യപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ജസ്റ്റ് അതിൻ്റെ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറാണ്. അതിൽ ടോപ്പ് മോസ്റ്റിൽ ആരുണ്ടായിരിക്കുക, മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫെയേഴ്സ് ആയിരിക്കും. അതിൻ്റെ താഴെ FMC, ദെൻ കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. കമ്മോഡിറ്റി എക്സ്ചേഞ്ചിനെ 2 ഡിവൈഡ് ചെയ്തിരിക്കുന്നു, നാഷണൽ എക്സ്ചേഞ്ചും റീജിയണൽ എക്സ്ചേഞ്ചും. നാഷണൽ എക്സ്ചേഞ്ചിൻ്റെ കീഴിലായിരിക്കും നാഷണൽ കമ്മോഡിറ്റീസ് ആൻഡ് ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് ലിമിറ്റഡ്, അതേപോലെ തന്നെ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. റീജിയണലായിട്ട് വരുന്നതാണ് NBOT, അതേപോലെ തന്നെ 28 അതർ, അതായത് അതർ റീജിയണലിൽ വരാത്ത അതെല്ലാം കൂടെ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് 20 ആണ്. അപ്പോൾ ജസ്റ്റ് ഈ സ്ട്രക്ചർ ഒന്ന് നോക്കി വെച്ചാൽ മതി. സ്ട്രക്ചറിനെ കുറിച്ച് വൈഡായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ല കേട്ടോ. ഓക്കെ, നമുക്ക് കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് കൂടെ നോക്കാം. കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫർ എ പ്ലാറ്റ്ഫോം വിച്ച് ആർ സ്യൂട്ടബിൾ ടു മീറ്റ് ദ ഡിഫറെൻറ്റ് നെസസിറ്റീസ് ഓഫ് ദ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ്, ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ബിൻ എസ്റ്റാബ്ലിഷ് വിത്ത് ദ വ്യൂ ഓഫ് ഫ്യൂച്ചർ ട്രേഡിംഗ്. ഇന്ത്യൻ കമ്മോഡിറ്റി മാർക്ക് ക്യാരക്ടേഴ്സ് ഫോർ ബോത്ത് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കൺസ്യൂമേഴ്സ്. 2 രീതിയിലുള്ള കൺസ്യൂമേഴ്സിനും ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് കൂടാതെ പാർട്ടിസിപ്പൻറ്റിനെ ഇതെങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. 4 പോയിൻ്റാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ വരുന്നത് കമ്മോഡിറ്റി എക്സ്ചേഞ്ചസ് ഹെൽപ്പ് ഇൻ പ്രൈസ് ഡിസ്കവറി. അവിടെ ബയേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് ആരാണോ ആ കമ്പനിയുടെ ആ കമ്മോഡിറ്റിയുടെ ഓണർ
അല്ലെങ്കിൽ ഫാർമേഴ്സ് ആണെങ്കിൽ അവർക്ക് അവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് റിക്കവർ ചെയ്യുന്നതിനുള്ള ഒരു പ്ലേസ്, ആ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ആര് കൊടുക്കുന്നുണ്ട്? കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. നെക്സ്റ്റ്, അതായത് പ്രൈസ് ഇൻഫ്ലേഷനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിസ്ക് കാരണമോ നഷ്ടം സംഭവിക്കാതെ അവർക്ക് അവരുടെ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ കമ്മോഡിറ്റിയുടെ പ്രൈസ് റിക്കവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് അവിടെ കിട്ടുകയാണ്. സെക്കൻഡ് വൺ വരുന്നത് ദീസ് എക്സ്ചേഞ്ച് എംപവർ ആക്ച്വൽ യൂസേഴ്സ്. ഇവിടെ നമ്മൾ ഇപ്പോൾ അഗ്രോ പ്രോസസ്സറോ അല്ലെങ്കിൽ ഫാർമേഴ്സ് അവരൊക്കെ അവരുടെ ഹെഡ്ജിങ് റിസ്ക് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മോഡിറ്റി എക്സ്ചേഞ്ച് അവർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ടു പ്രൊവൈഡ് ലിക്വിഡിറ്റി ആൻഡ് ദെൻ ആർബിട്രേജിയസ്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് റോളാണ് മാർക്കറ്റിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു ആർബിട്രേജിയസ് പ്രൊസീജിയേഴ്സും നമുക്കിവിടെ കാണാൻ പറ്റും, കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹിസ്റ്ററിയാണ്, ഇന്ത്യൻ കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൻ്റെ ഹിസ്റ്ററി. ദ എവല്യൂഷൻ ഓഫ് ദ ഓർഗനൈസ്ഡ് ഫ്യൂച്ചർ മാർക്കറ്റ് ഇൻ ഇന്ത്യ കമൻസ്ഡ് 1875 വിത്ത് ദ സെറ്റിംഗ് അപ്പ് ഓഫ് ദി ബോംബെ കോട്ടൺ ട്രേഡ് അസോസിയേഷൻ ലിമിറ്റഡ്. അപ്പോൾ ഇന്ത്യയിലെ കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ 1875 ബോംബെ കോട്ടൺ ട്രേഡ് അസോസിയേഷൻ്റെ രൂപീകരണം, അതിൻ്റെ സെറ്റപ്പോട് കൂടിയായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അവിടെ ഒരു വൈഡ് സ്പ്രെഡായിട്ടുള്ള യൂസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ ലീഡ് ചെയ്യുന്നത് കോട്ടൺ മിൽ ഓണേഴ്സും മർച്ചൻസുമാണ് മെയിനായിട്ട് ആ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അവരുടെ ഒരു കോമ്പറ്റീഷൻസ് കാരണം ബോംബെ കോട്ടൺ ട്രേഡ് അസോസിയേഷൻ ഒരു സെപ്പറേറ്റ് അസോസിയേഷൻ തന്നെ രൂപീകരിച്ചു. അതിൻ്റെ പേരാണ് ബോംബെ കോട്ടൺ എക്സ്ചേഞ്ച് ലിമിറ്റഡ്. ഇത് 1983 ഇങ്ങനെ ഒരു അസോസിയേഷൻസ് ബോംബെ കോട്ടൺ ട്രേഡ് അസോസിയേഷൻസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ നോക്കാനുള്ളത് ഫ്യൂച്ചർ ട്രേഡിംഗ് ഇൻ ഓയിൽ സീഡ്. കോട്ടൻ്റെയാണ് എവിടെ കണ്ടത്? ബോംബെ കോട്ടൺ ട്രേഡ് അസോസിയേഷൻ. ഇനി നമ്മൾ ഓയിൽ സീഡ് ഒറിജിനേറ്റഡ് വിത്ത് ദ സെറ്റിംഗ് അപ്പ് ഓഫ് ദ ഗുജറാത്തി വ്യാപാരി മണ്ഡാലി ഇൻ 1900. 1900 ഓയിൽ സീഡിൻ്റെ ഒരു ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു ഏരിയയിലേക്ക് കടന്നു വന്നത് ആദ്യമായിട്ട് ആരായിരുന്നു? ഗുജറാത്തി വ്യാപാരി മണ്ഡാലി ആയിരുന്നു. അവർ മെയിനായിട്ട് ഫ്യൂച്ചർ ട്രേഡ് ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ഡീലിങ്സാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ കൽക്കട്ട ഹെസൈൻ എക്സ്ചേഞ്ച് ലിമിറ്റഡ്, അവർ മെയിനായിട്ട് ഈസ്റ്റ് ഇന്ത്യ ജൂട്ട് അസോസിയേഷനാണ്, ആ പേരിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവർ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ജൂട്ടാണ്. ഈ 1919 ആൻഡ് 1927 ആ ഒരു കാലഘട്ടത്തിലാണ് അവർ ഫങ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ മെയിനായിട്ട് ട്രേഡ് നടത്തിയിരുന്നത് റോ ജൂട്ടായിരുന്നു. പിന്നെ വരുന്നത് ഫ്യൂച്ചർ മാർക്കറ്റ്സ് ഇൻ ബുള്ളിയനാണ്. ബുള്ളിയൻ സ്റ്റാർട്ട് ചെയ്തത് 1920 മുംബൈയിലാണ്. പിന്നെ വരുന്നത് സ്പൈസസ് ആണ്. സ്പൈസസിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു ഓർഗനൈസേഷൻസ് സെറ്റ് ചെയ്തത് ഇന്ത്യൻ പെപ്പർ ആൻഡ് സ്പൈസ് ട്രേഡ് അസോസിയേഷൻ ഇൻ കൊച്ചിയിലാണ്. 1959 ആദ്യമായിട്ട് സ്പൈസസ് ഫ്യൂച്ചർ ട്രേഡിന് വേണ്ടിയിട്ടുള്ള ഒരു അസോസിയേഷൻസ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇൻ ഓർഡർ ടു മോണിറ്റർ ദ പ്രൈസ് മൂവ്മെൻറ്റ് ഓഫ് സെവറൽ അഗ്രികൾച്ചറൽ ആൻഡ് എസെൻഷ്യൽ കമ്മോഡിറ്റി, ഫ്യൂച്ചർ ട്രേഡ് വാസ് കംപ്ലീറ്റ്ലി ബാൻഡ് ബൈ ദ ഗവൺമെൻറ് ഇൻ 1966. അപ്പോൾ ഇതിൽ കോമ്പറ്റീഷനും മറ്റൊക്കെ കൂടി അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തു? കൺട്രോൾ കൊണ്ടുവന്നു. 1966 ഗവൺമെൻറ് എന്ത് ചെയ്തു? മൊത്തമായിട്ട് ഈ ഫ്യൂച്ചർ ട്രേഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു? ഇന്ത്യയിൽ ബാൻ ചെയ്തു. മെനി ട്രേഡേഴ്സ് റിസോർട്ടഡ് ടു അൺഒഫീഷ്യൽ ആൻഡ് ഇൻഫോർമൽ ട്രേഡ് ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ആ രംഗത്തുണ്ടായിരുന്ന ട്രേഡേഴ്സൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ ഇല്ലീഗലായിട്ട് അല്ലെങ്കിൽ അൺഒഫീഷ്യൽ ഇൻഫോർമൽ രീതിയിൽ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ട്രേഡ് നടത്താൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യൻ ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് അതേപോലെ തന്നെ 1980 കുസ്രു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസൊക്കെ പ്രകാരം ഗവൺമെൻറ് എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ഫ്യൂച്ചർ ഓൺ സെലക്റ്റഡ് കമ്മോഡിറ്റീസ്. ഇന്ത്യ ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അവരെന്ത് ചെയ്തു? ഫ്യൂച്ചർ ട്രേഡിലേക്ക് വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവിടെ സെലക്റ്റഡ് കമ്മോഡിറ്റീസിന് ആണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഉൾപ്പെട്ടത് കോട്ടൺ, ജൂട്ട്, പൊട്ടാറ്റോ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ആയിരുന്നു. The advance of the economic liberalization helped the cause of laying emphasis on the importance of commodity trading. By the beginning of 2002,
there were about 20 commodity exchanges in India trading in 42 commodities with a few commodities being traded internationally. അപ്പോൾ വീണ്ടും നല്ലൊരു രീതിയിലുള്ള ഒരു തിരിച്ചുവരവ് 2002 ഓൺവേർഡ്സ് ഇന്ത്യൻ കമ്മോഡിറ്റി മാർക്കറ്റിൽ വന്നതായിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കമ്മോഡിറ്റി ഫ്യൂച്ചർ മാർക്കറ്റാണ്. ഇന്ത്യയിലെ കമ്മോഡിറ്റി ഫ്യൂച്ചർ മാർക്കറ്റിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്, 1000 വർഷങ്ങൾക്ക് മുന്നേക്ക് തന്നെ ഇന്ത്യയിൽ ഫ്യൂച്ചർ ട്രേഡ് നടന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് ഹിസ്റ്റോറിക്കലി കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിലെ റെഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ കൗഡില്യയുടെ അർത്ഥശാസ്ത്രയിൽ തേജി, മാണ്ഡി, ഗാൽ, ഭതക് എന്നീ പറയുന്ന വേർഡുകളൊക്കെ ഉപയോഗിച്ചതായിട്ട് കാണാം. ഇതൊക്കെ ഇന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ്. തേജി വാല, മാണ്ഡി വാല എന്നുള്ളതൊക്കെ അതൊക്കെ 1000 ഇയേഴ്സ് ബാക്ക് തന്നെ ഇന്ത്യയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ കാലഘട്ടത്തിൽ ഫ്യൂച്ചർ ട്രേഡ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിൽ പറയാനുള്ളത് ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് ഫ്യൂച്ചർ മാർക്കറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ബോംബെ കോട്ടൺ ട്രേഡ് അസോസിയേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞു കോട്ടൺ കോൺട്രാക്റ്റുമായി കോട്ടൺ കമ്മോഡിറ്റിയുടെ ട്രേഡിന് വേണ്ടിയിട്ട് ബോംബെ കോട്ടൺ ട്രേഡ് അസോസിയേഷൻ ഒറിജിനേറ്റ് ചെയ്തതായിട്ട് കണ്ടു. പിന്നെ അതേപോലെ ഡെറിവേറ്റീവ്സ് ട്രേഡിങ് സ്പ്രെഡ് ചെയ്തു. ഡെറിവേറ്റീവ് ട്രേഡിങ് ഓയിൽ സീഡിൽ, അതേപോലെ ജൂട്ട്, ഫുഡ് ഗ്രെയിൻസിൻ്റെ ഒക്കെ ഫീൽഡിലൊക്കെ ഡെറിവേറ്റീവ് ട്രേഡിങ് കാണാൻ പറ്റും. ദ ഡെറിവേറ്റീവ് ട്രേഡിങ് ഇൻ ഇന്ത്യ ഹവർ ഡിഡ് നോട്ട് ഹാവ് അൺഇൻറ്ററപ്റ്റഡ് ലീഗൽ അപ്രൂവൽ. ദ നെക്സ്റ്റ് വൺ വരുന്നത് ഡ്യൂറിങ് ദി സെക്കൻഡ് വേൾഡ് വാർ ഫ്യൂച്ചർ ട്രേഡിംഗ് വാസ് പ്രൊഹിബിറ്റഡ്. സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് എന്ത് ചെയ്തു, ഇന്ത്യയിലെ ഡെറിവേറ്റീവ് മാർക്കറ്റ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഡീലിങ്സിനെ ഇന്ത്യൻ റൂൾസ് പ്രകാരം എന്ത് ചെയ്യേണ്ടി വന്നു, പ്രൊഹിബിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം ഫ്യൂച്ചർ ട്രേഡിംഗ് വാസ് പ്ലേസ്ഡ് ഇൻ ദ യൂണിയൻ ലിസ്റ്റ്. ഫ്യൂച്ചർ ട്രേഡ് എന്നുള്ളത് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും അങ്ങനെ ഫോർവേഡ് കോൺട്രാക്റ്റ് റെഗുലേഷൻസ് ആക്ട് 1952 ഇനാക്ട് ചെയ്യുകയും ചെയ്തു. ഫ്യൂച്ചർ ട്രേഡിംഗ് ഇൻ കമ്മോഡിറ്റി പർട്ടിക്കുലർലി കോട്ടൺ, ഓയിൽ സീഡ് ആൻഡ് ബുള്ളിയൻ വാസ് ഇറ്റ്സ് പീക്ക് ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പോൾ 1952 എന്ത് ചെയ്തു, വീണ്ടും പിന്നെ ഇമ്പ്രൂവ് ആക്കി അങ്ങനെ ഡെറിവേറ്റീവ്സിനെ ഫ്യൂച്ചർ ട്രേഡിനെ ഏതിലുൾപ്പെടുത്തി, യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അതിൻ്റെ കൺട്രോളിന് വേണ്ടിയിട്ട് ഫോറിൻ കോൺട്രാക്റ്റ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കി. ആ ഒരു സമയത്ത് വളരെ ഹൈ ആയിട്ടുള്ള, വളരെ നല്ല രീതിയിലുള്ള ഒരു ഹൈക്കായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വൈഡായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻസൊക്കെ നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ആ ഒരു പീരീഡ്, ആ ഒരു കാലഘട്ടത്തിൽ. ദെൻ deregulation and liberalizations following the forex crisis in early 1990s also triggered policy changes leading to reintroduction of the future trading in commodities in India. 1990 ക്രൈസിസിൽ കുറേ കൂടെ നമ്മൾ ബാക്കിലോട്ട് പോയി. പക്ഷേ അതിൽ നിന്നും ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻസ് അല്ലെങ്കിൽ റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ നമ്മളൊരു പ്രൈസ് റിഗ്ഗിങ്, ഒരു വേരിയേഷൻസ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ക്രൈസിസ് ഫേസ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ വീണ്ടും പിന്നെ ഇന്ത്യയിൽ എന്ത് ചെയ്തു, കമ്മോഡിറ്റി മാർക്കറ്റ് താഴോട്ട് പോയി. അതിനെ ഒന്നും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ കൂടുതൽ നല്ലൊരു ലീഡിങ് പൊസിഷനിലേക്ക് വീണ്ടും വരാൻ തുടങ്ങി. In April 1999, the government took a landmark decision to remove all the commodities from the restricted list. അപ്പോൾ ഇതിന് മുന്നേ ഗവൺമെൻറ് സെക്കൻഡ് വേൾഡ് വാർ അതിനുശേഷം 1952 ആക്ട് പ്രകാരമൊക്കെ കുറേ കമ്മോഡിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം റിമൂവ് ചെയ്തു. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇതിൽ പറയാനുള്ളത് അലോങ് വിത്ത് ലിബറലൈസേഷൻ ഓഫ് കമ്മോഡിറ്റീസ് the government initiated step to coax and incentives the existing exchange to modernize their system and structure. ഗവൺമെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ട്രേഡിങ്ങിൽ മാത്രമല്ല, അവിടുത്തെ സ്ട്രക്ചർ അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ട് മോഡേണൈസ് ആയ രീതിയിൽ ആ സിസ്റ്റം വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇൻസെൻറ്റീവായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. ഇന്ത്യൻ കമ്മോഡിറ്റി ഫ്യൂച്ചർ മാർക്കറ്റിൻ്റെ ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അത് മാക്സിമം ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് അലോ സെറ്റിംഗ് അപ്പ് ഓഫ് ദ ന്യൂ മോഡേൺ ഡിമ്യൂച്വലൈസേഷൻ
നേഷൻ വൈഡ് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് വിത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് സപ്പോർട്ട് ബൈ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കമ്മോഡിറ്റി ഫ്യൂച്ചർ മാർക്കറ്റ് ഇൻ ഇന്ത്യ ഈസ് ഓൺലി അബൌട്ട് 3 times ദ സൈസ് ഓഫ് ഫിസിക്കൽ മാർക്കറ്റ്. പക്ഷേ ഫിസിക്കൽ മാർക്കറ്റിൻ്റെ നമ്മൾ ഇന്ത്യയിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കമ്മോഡിറ്റി മാർക്കറ്റ് ഇൻ ഇന്ത്യ ഈസ് ഓൺലി അബൌട്ട് 3 times ദ സൈസ് ഓഫ് ദി ഫിസിക്കൽ മാർക്കറ്റ്. കമ്പാരിറ്റീവ്ലി നമ്മളിപ്പോഴും വലിയൊരു ഹൈ പൊസിഷനിലല്ല ഇന്ത്യൻ കമ്മോഡിറ്റി ഫ്യൂച്ചർ മാർക്കറ്റ്. എങ്കിലും നമ്മൾ അതിൻ്റെ ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ 1000 years ബാക്ക് മുതൽ ഇന്ത്യയിൽ ഫ്യൂച്ചർ കമ്മോഡിറ്റി മാർക്കറ്റ് അല്ലെങ്കിൽ ട്രേഡിങ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് പിന്നെ അതേപോലെ തന്നെ വേൾഡ് വാർ സമയത്ത് ദെൻ ഇൻഡിപെൻഡൻസിന് മുമ്പേ ഉള്ള ഒരു വേരിയേഷൻസ്, അതിനുശേഷം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്ത് ആക്ട് പാസ്സാക്കി ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സും മറ്റുമൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് കൂടുതൽ സിസ്റ്റമാറ്റിക് മോഡേണൈസ് ആയിട്ടുള്ള രീതിയിൽ ഇന്ത്യൻ കമ്മോഡിറ്റി ഫ്യൂച്ചർ മാർക്കറ്റിനെ മാറ്റി എടുക്കാനുള്ളൊരു ശ്രമം ഇപ്പോഴും ചെയ്യുന്നു. അതിൻ്റെ ഒരു എക്സ്പാൻഷനായിട്ടുള്ള അതിൻ്റെ ഒരു വൈഡ് അപ്പോൾ ലാസ്റ്റ് പോയിൻ്റായിട്ട് ഇതിൽ പറയാനുള്ളത് ഗവൺമെൻറ് അലോ സെറ്റിംഗ് അപ്പ് ഓഫ് ന്യൂ മോഡേൺ ഡിമ്യൂച്വലൈസ്ഡ് നേഷൻ വൈഡ് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് വിത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് സപ്പോർട്ട് ബൈ ദ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത്രയാണ് കമ്മോഡിറ്റി ഫ്യൂച്ചർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.